നിറഞ്ഞ വിടാനുഭവങ്ങളെ പ്രതി തിരിച്ചടിയിലും തിരക്കും ആത്മാവും ദൈവവും ഞങ്ങളേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. 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 ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി 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 നിത്യപിതാവേ ആത്മാവും ദൈവത്വവും ഞങ്ങളേക്ക് സമർപ്പിക്കുന്നു. മിസ്സസ് ഡെയ്സി പോൾ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പോൾ മാഞ്ഞുരാൻ ഇന്നലെ നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹം നമ്മുടെ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലും മറ്റു എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിലും വളരെയധികം ഭംഗിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. മാഞ്ഞൂരാൻ കുടുംബത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് അദ്ദേഹം എഡ്യൂക്കേഷൻ പ്രൊമോഷന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചു. ഒത്തിരി പേർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കുവാനായി അദ്ദേഹത്തിന്റെ ശ്രമത്തിന് സാധിച്ചു. May his great soul rest in eternal peace. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് മാഞ്ഞൂരാൻ കുടുംബസമാജത്തിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ട് മാഞ്ഞൂരാൻ കുടുംബസമാജത്തിന്റെ സെക്രട്ടറിയായി പോൾ മാഞ്ഞൂരാൻ കുറച്ചുനാള് വർദ്ധിച്ചിട്ടുണ്ട്. സുദീർഘമായ സേവനമാണ് അദ്ദേഹം ആ സമയത്ത് കാഴ്ചവെച്ചത്. മാഞ്ഞൂരാൻ കുടുംബത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിയിട്ട് May Paul's great soul rest in eternal peace. Thank you.
ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കണിയായിരിക്കണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കണിയായിരിക്കണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കണിയായിരിക്കണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കണിയായിരിക്കണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കണിയായിരിക്കണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ ഞങ്ങളിലും കോമണ്ണിലും ഈ ആത്മാവിന്റെ മേലും കരയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ മക്കളെ ഞങ്ങളുടെ മേലും കോമണ്ണിലും കരയായിരിക്കണമേ. വിശ്വാസികളായ ദൈവാനുഗ്രഹ സംസ്കൃതത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞാനോടും ക്ഷമിക്കണമേ. ഞങ്ങളെ നിറഞ്ഞ മറിയമേ, സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സമേതം പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെ നാം ഉയാണമേ, അങ്ങനെ രാജ്യം വേണമേ, അങ്ങനെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. അതേപോലെ സഹോദരങ്ങൾ എല്ലാരും കുറച്ചുകൂടി ആ കയറി കുറച്ചുകൂടി കയറി ആ മതി മതി അത് മതി. മാറല്ലേ ഓക്കെ മതി. നിങ്ങൾ മാറിക്കാം. അമ്പലത്തിൽ വിടുന്നു. മാറി കൈ 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 എല്ലാരും കൂടെ കൊള്ളൂല കേട്ടോ. ഒരു സെറ്റായിട്ട് തുറന്നുണ്ടാവും കുറച്ചേക്കാൻ നോക്കാം.
എല്ലാവരും പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി കൂടെ കുറച്ചുകൂടി കയറാൻ പറ്റുമോ? മതി മനസ്സിലായി. കൂടെ കഴിഞ്ഞ മാറ്റിക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. അതെ, ആ മറ്റേ പൊക്കി തരാമോ? ആ സാധനം ബാഗല്ലല്ല, ലൈറ്റ് അവിടെ സ്റ്റാൻഡ് അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റേജ് എനിക്കപ്പോ പുറത്തിടക്കാതെ അതെ, അന്ന് ഉയർത്തിട്ടേ ഞങ്ങൾക്ക് അങ്ങോട്ട് പുറത്തിടക്കാതെ പറയൂടെ. ഓക്കെ, താങ്ക് യു. അതോടെ അങ്ങനെ വെച്ചു. എൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ട്. വെച്ചോട്ടെ. ബാഗും കൂടെ ഒന്ന് എടുത്തു തന്നാൽ. ബാഗിനകത്ത് 2 സാധനങ്ങൾ ശരി. ഓക്കെ, താങ്ക് യു. അതെ,
മാക്സിമം കയറിയുന്നു. അടുത്തോട്ട് അടുത്തോട്ട് മേഡം സിസ്റ്റർ നിങ്ങളുടെ അടുത്ത് കൂടെ കയറി ആ അയാളോട് പറഞ്ഞേക്കും പാർട്ടി അറിയാമല്ലോ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ നിർമ്മാണമേ മറിയമേ സ്വസ്തികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ രാജ്യവർണ്ണമേ അങ്ങയുടെ മനസ്സുഖത്തിലെ പോലെ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ സുസ്ഥീകർത്താവങ്ങളുടെ അങ്ങയുടെ പരമായ മക്കളുടെ
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അവന്റെ ആഹാരത്തെ ഞങ്ങൾ തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നവരെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ചെയ്യപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മതിയായല്ലോ ബ്രൈറ്റ്നസ്സും അങ്ങയുടെ രാജ്യഭരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവങ്ങളുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ മിശിഹായെ അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. രക്ഷാദായകമായ ഉത്ഥാനം വഴി മനുഷ്യനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ സഹോദരനെ പ്രകാശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവ്വചരാചര സൃഷ്ടാവേ, സർവ്വരും അങ്ങയെ വാഴ്ത്തുന്നു. സർവേശ്വരനാം കർത്താവേ, സർവവരങ്ങളുമേകണമേ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്കൊരിടമൊരുക്കാനായി പോകുന്നു ഞാൻ മുമ്പിലിതാ. എങ്ങും വന്നിടുമല്ലോ ഞാൻ, ചേർത്തിടുമെന്നിൽ നിങ്ങളെയും. ജീവിതമേ പോലെ കടന്നു പോകുന്നു. നശ്വരമാണ് ഈ ജീവിതവും ലോകസുഖങ്ങളും അതുപോലെ. അനശ്വര ജീവൻ നേരിടുവാൻ അധ്വാനിക്കുവിനെന്നും. മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണിൽ നിന്നും സകലേശൻ മുതമുടു നരനെ സൃഷ്ടിച്ചു. മരണം വരുമൊരു നാളിലവൻ മണ്ണിൽ തന്നെ ലയിച്ചിടും. മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മരണം ഒരു നാൾ വരുമല്ലോ, സമയം നമ്മൾക്കറിവില്ല. സത്കർമ്മങ്ങൾ ചെയ്തിടുവാൻ തന്മരണത്തിനൊരുങ്ങിടും. പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യപിതാവാം അഖിലേശ, നിത്യകുമാരകനീശോയെ, നിത്യനിരാമയ കർത്താവേ, നിത്യകിരീടം നൽകണമേ. ആദിമുതലേ നാഥാപാപികൾ ഞങ്ങളിതാ വിശ്വാസമോടെ അണയുന്നു. പാപവിമോചനമേകണമേ, കരളിന് ശാന്തി പകർന്നിട
സുവിശേഷം അധ്യായം 14 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും എന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അങ്ങായത്തിനടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നല്ല ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരന്റെ കടങ്ങളും പാപങ്ങളും കൊടുത്ത് ഇവരെ സൗഭാഗ്യത്തിന് അർഹനാക്കണമേ. അങ്ങയുടെ തിരുശരീരങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. സ്വർഗത്തിലെ മാലാഖമാരോട് പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. അങ്ങയുടെ അഭയവും സഹായവുമാകുന്നു. എന്നെ പരിപാലിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും പ്രതിഫലമരുളുകയും ചെയ്യണമേ. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. അങ്ങന്റെ ആശ്രയവും ബലവുമാകുന്നു. അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. വിശ്വസ്തനായ കർത്താവേ, അങ്ങന്റെ രക്ഷകനാകുന്നു. നീതിമാനായ കർത്താവേ, അങ്ങയെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ സഹോദരനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മരിച്ചുപോയ ഈ സഹോദരനെ നിത്യ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കാം. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായി ആത്മാവിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുമായ മിശിഹായെ, ലാസറിന്റെ മരണത്തിൽ കടയെത്തിക്കൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ. ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടുപോയ സഹോദരനെ ഓർത്ത് ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ചെയ്ത ദിവ്യനാഥ, മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി അന്തിമ നാളിൽ അങ്ങയുടെ വലത്തുഭാഗത്ത് അണിനിരക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് മറ്റുള്ളവരെ അങ്ങയെ ദർശിച്ചുകൊണ്ട് അങ്ങയുടെ വളർത്തുഭാഗത്ത് അണിനിരക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ സഹോദരന് നിത്യശാന്തി നൽകണമേ. നായമിലെ വിധവയോട് അരിവ് തോന്നി അവരുടെ മകന് ജീവൻ പ്രദാനം ചെയ്ത മിശിഹായെ, പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ചിന്തിയ തിരു രക്തത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയണമേ. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നിത്യവും അങ്ങയെ പാടിപ്പുകഴ്ത്തുവാൻ ഇയാളെ യോഗ്യനാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെയും കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവായ ക്രിസ്തുവിനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചവർക്ക് പാതാളങ്ങളിലായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോലിക സത്യയിലും ആരാധനയുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ വാദന രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള ഉത്തരവുമായ ഈശ്വരയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ഏറ്റവും അനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും പീഡാനുഭവത്തെ 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 കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വരമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും എനിക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ ഏറ്റവും 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 വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ
ബാക്കിയുള്ള ആർക്കും ഉദാഹരണമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വരന്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. പിതാവേ ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വരന്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ കുഞ്ഞാവ് നിറഞ്ഞ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ. അഗാധസീമയിൽ നിന്നു വിളിച്ചു അഖിലേശ നിന്നാമം അനന്ത കരുണാമയനേ നീയൻ അപേക്ഷ കേൾക്കണമേ. അഗാധസീമയിൽ നിന്നു വിളിച്ചു അഖിലേശ നിന്നാമം അനന്ത കരുണാമയനേ നീയൻ അപേക്ഷ കേൾക്കണമേ. അപരാധം നീ അഖിലം പാർത്ത ആർക്കു രക്ഷ ലഭിക്കും. അപരാധം നീ അഖിലം പാർത്ത ആർക്കു രക്ഷ ലഭിക്കും. പാപങ്ങൾക്കു വിമോചനമങ്ങേ പാവന പാണിയിലല്ലോ. പാപങ്ങൾക്കു വിമോചനമങ്ങേ പാവന പാണിയിലല്ലോ. അഗാധസീമയിൽ നിന്നു വിളിച്ചു അഖിലേശ നിന്നാമം അനന്ത കരുണാമയനേ നീയൻ അപേക്ഷ കേൾക്കണമേ. പുലരിലോളം കാവൽ നിൽക്കും ദ്വാരപാലകരെ പോ. പുലരിലോളം
നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും? എവിടെ ഒളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ ഹൃദയം വലുതെന്നറിവു ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നൂലം. നാഥാ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലൊരു ജന്മം നൽകി. മറ്റൊരു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം ഭക്ഷിക്കണമേ ഞങ്ങളിലെല്ലാം. മദീനയിൽ നിന്ന് രാജകുമാരി ബലിപീഠത്തിൽ കൂടുചവയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സഫലനഞ്ഞു. ആഴിമടക്കും ഭക്തരെ പോൽ ഊഴിയിലും കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാശുദ്ധമാനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ അന്തിമ ദിവസം മധ്യഗ്രഹത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം. ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്ന് നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലെ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. ദിവസം എന്നിൽ കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗവനാലേകിയ സന്ദേശത്താ നിന്നിവേണമനി മനസ്സുനിൽക്കുന്നു. അറിയാപത്തോട് ചാകുമ്പോഴത്താ ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകില്ലാതെ ഒരു നമുക്കും നൽകും മൂലം. ജനങ്ങളെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുകയും ഉപവാസത്താൽ ധന്യയായും മുൻപിൽ നടന്നു. ഉപവാസത്താൽ ഉപവാസത്താൽ വിശുദ്ധാനാവിൽ അരകപിശാചിൻ അപജയമേറ്റി. അച്ഛന്റെ കർമ്മം തുടങ്ങാൻ സൈഡ് ഞാൻ കയറ്റി വിടാം മോൻ
പപ്പ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് അവിടെ സെറ്റ് ചെയ്തത് ചെല്ല് ഇങ്ങോട്ട് ഒരു മിനിറ്റ്. ഓക്കെ. നമ്മുടെ പ്രിയപ്പെട്ട സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് ഭക്തിയോടുകൂടി ഈ തിരുനാമത്തിൽ പങ്കുചേർന്ന് നമ്മുടെ കോളേജിൽ സമർപ്പിക്കുകയും യാത്രയാക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിമീകളെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൽ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ചെയ്യുന്നു. കരുണ്യവാനായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുടേണം. കർത്താവ് വലിയവനും സുഖജനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേലും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും.
മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം, പരിശുദ്ധന്മാർ വാഴുമിടം. ആദ്യം മുതൽ എന്നേക്കുമാമേൽ. പതിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, ശ്രീകാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാപകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉടമയാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട പോളേറ്റിന്റെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഇടവക സമൂഹത്തിലെ നിങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. നമ്മളിന്ന് ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവരുടെ പ്രത്യാശയോടുകൂടി നമുക്കായിരിക്കാം. പോളേറ്റൻ തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ അധ്വാനിച്ചു. വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ ദേവാലയത്തോടും കുടുംബയോടും ഇതിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ ദൈവികമായ എല്ലാ കാര്യങ്ങളിലും ഒക്കെ താല്പര്യം കാണിച്ച് മുമ്പിൽ നിന്ന വ്യക്തിയാണ് പോളേറ്റൻ. അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച അറിവ് മറ്റു കുട്ടികൾക്കൊക്കെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി ട്യൂഷനും മറ്റുമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തനിക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യാൻ എപ്പോഴും പരിശ്രമിച്ച വ്യക്തിയാണ് പോളേറ്റൻ. ഇന്നത്തെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈശോയിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം ജീവിക്കാനായി അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരാകരുത്, മനുഷ്യ പ്രത്യാശയുള്ളവരായിരിക്കാം. പോളേറ്റന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത നന്മകളും അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഒരിക്കൽ നമ്മളും നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെടുമെന്നുള്ള ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം കർമ്മത്തിൽ പങ്കുചേരുമ്പോഴുണ്ടാവണം. പോളേറ്റന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അതെല്ലാം ക്ഷമിച്ച് അദ്ദേഹത്തെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് നമുക്ക് തുടർന്നുള്ള കർമ്മത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എല്ലാവരോടും അധ്യാപനം കൊടുക്കുന്ന കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഈ സഹോദരനെ സൃഷ്ടിക്കുകയും അതിലമായ കൃപയാൽ രക്ഷിക്കുകയും ചുതംശതായി അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് എത്തിക്കുവാൻ അങ്ങേ ദൂതന്മാരെ നിയോഗിക്കണമേ എന്ന്
അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ചായ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസിന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പൗലോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ കൃത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്തരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാളോർക്കുകമർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെല്ലുക മർത്യാനി എന്തിനു കരയുന്നു, വ്യാകുലമാനസനായ എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ മൃതശരീരം നമ്മളിപ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എന്റെ അനുസ്മരണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദൈവത്തിന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സിറ്റി കപ്പേളയും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുമെന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ദേവാലയത്തിലേക്ക് ഭക്തിയാത്രപൂർവ്വം അനുഗമിക്കും. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിടവാങ്ങുന്നേ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരും
അവിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ഇന്നത്തേക്കും സകലന്മാരെ സ്നേഹിതഗണമേ, രാത്രിയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം പ്രതിഫലമേകും. എങ്കിൽ പ്രാർത്ഥിപ്പതിനായി പരിപാവനമോ ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ പ്രിയജനമേ അണിവിടമലിവോ ആഡംബരവും പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജടികാശകളും അക്ഷയരാജ്യം നേടാനും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. കുടുംബാംഗങ്ങൾക്ക് പോയി നൽകാവുന്ന മറ്റുള്ളവർക്ക് സെമിത്തേരിയിൽ അവസരം ഉണ്ടായിരിക്കും. ദയവ് ചെയ്ത് നമുക്ക് ശരീരവുമായിട്ട് സെമിത്തേരിയിലേക്ക് യാത്രയാവാം. ബോഡി ആംബുലൻസിൽ വൈകുന്നതാണ് മറ്റുള്ളവരുടെ നമ്മുടെ ശരീര വാഹനത്തിൽ സെമിത്തേരിയത്തിൽ ചാപ്പലിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും പുറത്തേക്ക് വന്നതാണ് കേട്ടോ. തട്ടിയതോട്ടെ ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിന് വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണയെ ശാന്തിയിൽ മകളെ അല്ല, അത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അവിടെ വരെ നമ്മൾ ക്യാരി ചെയ്താൽ മതി. അല്ല, അത് അടുപ്പിക്കാം. അത് എടുക്കട്ടെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അതൊന്ന് ആംബുലൻസ് റെഡി ആക്കട്ടെ. ഒന്ന് കട്ട് ചെയ്യോ? കട്ട് ചെയ്യോ? ഞാൻ സ്റ്റാൻഡ് മടക്കാനാ. കട്ട് ചെയ്യാൻ പറ്റും, ഞാൻ സ്റ്റാൻഡ് മടക്കാനാ. മാഡം സാറേ ഒന്ന് പോയിക്കോട്ടെ, ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിർത്തോട്ടെ. ആ എടുക്കാം. രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാർ
നമുക്കൊരുമിച്ച് വരാം. ഇത് പിടിച്ചോ, ഇനി ഇത് വേണ്ട, അതിവിടെ വെച്ചോ. പിന്നെ നിങ്ങൾക്ക് പണിയുടെ പിടിച്ചോ ആംബുലൻസ് റെഡിയാ. എടാ ഓൺ ചെയ്തോട്ടാ. അങ്ങനെ അടപ്പെടുത്തോ, അങ്ങനെ അടപ്പെടുത്തോ, പിടിച്ചോളൂ, നീ പിടിച്ചു. ഇങ്ങോട്ട് തല അങ്ങോട്ട് ആ അതെ. എവിടെയാടാ? അതാണോ? അതല്ലല്ലോ. ആ അതപ്പുറത്തോ. എത്തോ ഇവിടം വരെ? ഇവിടെ എത്തുമ്പോ കട്ട് ചെയ്യേ. തിരിച്ച് പോവാൻ പറ്റുമോ നോക്കാം. ഞാൻ സന്തോഷിച്ചു, മൃതരാമഹിതർക്കും ജീവനും അതുപോൽ ശരണവുമരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ധന്യമാകുന്നു, പുതിയ മുറ പോൽ നാഥനയക്കുന്നു. ഞാൻ ദൈവത്തിന് ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിന്റെ മേൽ കൈകൾ വെച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി എന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, താതനുമേവം സുതനും പ്രഭുവായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യമുതൽ നയിക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും
ഭയഭക്തിപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിക്കാൻ കഴിയുന്ന മരണം നൽകിയവരെ ഉയർപ്പിക്കണമേ. തുടർന്ന് ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പൈതൃകമായി പരിപാടി ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയനാവുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർക്ക് ശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ മനുഷ്യ നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിനെ നാഥനായിരിക്കും. ഇനി വേർപെടും മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തണേ. നീ സ്വീകരിച്ച വിശുദ്ധ ബോധാശകളത്തിൽ എന്റെ ശക്തിയുടെ ന്യായാസനത്തികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിന്റെ അനുഗ്രഹത്താൽ മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമേറും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. കറിയച്ചമരാശിര മഹിമാവിൽ നിന്നെ വിളങ്ങും മുഖമൊടുക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. വരികളിലക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നത് കേൾക്കും മനുഷ്യന് ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി
ദിനദാസയും ദിനപരദ്വാസം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കണ്ണം നിറഞ്ഞവരും തീരുമാനമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവം എന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായി ഉയർപ്പും മഹീയമായി നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ബന്ധപ്പെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വർദ്ധിക്കുന്ന സമയമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഏറ്റവും അവസാനം അന്തിമോപചാരം വർദ്ധിച്ചാൽ മതിയായിരിക്കും. മറ്റുള്ളവർക്ക് ഈ സമയത്ത് അന്തിമോപചാരം വർദ്ധിക്കാവുന്നതാണ്. അവരുടെ അനുസ്മരണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് 1-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കപ്പേരികളിൽ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് കാര്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സമയമാണ്. അളന്ന ബന്ധുക്കൾ തുവാലയില്ലേ, തുവാലയിട്ട് അളന്ന ബന്ധുക്കൾ ആദ്യം, അടുത്ത ബന്ധുക്കളെ ഏറ്റവും അവസാനം. കുത്താനുള്ളവർ മുത്തിട്ട് ഇതിലൊക്കെ കഴിഞ്ഞാണ് ആ സൈഡിൽ കൂടെ ഒരു ഓർഡർ ഇട്ട് വരും. അങ്ങനെ ഓർഡറായിട്ട് വരും. റൗണ്ട് കറങ്ങിയാണ്. സാറേ ഇത്തിരി ഫ്രണ്ടിൽ ഇത്തിരി ഫ്രണ്ട്. അവിടെ ഉണ്ട്.
ആരെങ്കിലും ഉണ്ടോ? ചുംബിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഈ കോർണറിൽ ഇരിക്കുന്നു, ഈ കോർണർ.
ും